നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. അയർക്കുന്നം ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതിനു ശേഷം നാട്ടിലൂടെ ഒരു കൂസലുമില്ലാതെയാണ് സോനി നടന്നത്. അൽപ്പന എവിടെയാണെന്ന് തൈക്കൂട്ടത്തെ അയൽവാസികൾ ചോദിച്ചപ്പോൾ അവൾ ഒളിച്ചോടിപ്പോയെന്ന് മറുപടി നൽകി. പോലീസിൽ പരാതിപ്പെടണമെന്ന് അയൽവാസികൾ ഉപദേശിച്ചെങ്കിലും ഇയാൾ കേട്ടില്ല. തുടർച്ചയായി പലരും പറഞ്ഞപ്പോഴാണ് സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ തയ്യാറായത്. അപ്പോഴേക്ക് കൊലപാതകം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിരുന്നു. 14 മുതൽ ഭാര്യയെ കാണാനില്ലെന്നായിരുന്നു ഇയാളുടെ പരാതി ലഭിച്ച അന്ന് തന്നെ വീട്ടിലെത്തി പരിശോധന നടത്തിയ പോലീസ് സംഘം അവസാനമായി ഇരുവരും ജോലിക്ക് പോയ ഇളപ്പാനിയിലെ വീടിനെക്കുറിച്ചും അന്വേഷിച്ചിരുന്നു. അയർക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 14 ഭർത്താവിനൊപ്പം ഓട്ടോയിൽ അൽപ്പന കയറുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. ഇളപ്പാനിയിലെ വീട്ടിലെത്തി പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ ഈ വീട്ടിലേക്ക് തിരിയുന്ന വഴിയിൽ മറ്റൊരു വീട്ടിൽ നിന്നുമുള്ള CCTV ക്യാമറ ഉണ്ടായിരുന്നു. അതിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 14 രാവിലെ 7:30 ഇരുവരും വരുന്നതും 8:30 സോണി ഒറ്റയ്ക്ക് മടങ്ങുന്നതായും വ്യക്തമായി. ഉടനെ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഫോൺ ഓഫാക്കി മുങ്ങി. സോനിയുടെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ 18 ഇയാളെ പിടികൂടി. ചോദ്യം ചെയ്യലിന് കുറ്റം സമ്മതിച്ചു. വിവാഹത്തിന് മുൻപ് തന്നെ അൽപ്പനയ്ക്ക് മലപ്പുറത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് സോനി പോലീസിന് നൽകിയ മൊഴി. 2 മക്കളുണ്ടായതിനു ശേഷം ഈ ബന്ധം തുടരുന്നതിൽ തനിക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നുവെന്ന് ഇയാൾ പറഞ്ഞു. ഈ സൗഹൃദം സംബന്ധിച്ച് ഇവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നും പോലീസ് പറഞ്ഞു. അന്ന് ജോലിക്കെത്തിയ ശേഷം വീടിന് പിൻഭാഗത്ത് വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇത് രൂക്ഷമായതോടെ വീടിന് പിന്നിൽ കെട്ടിയ ഉയരമേറിയ കരിങ്കൽ കെട്ടിൽ അൽപ്പനയുടെ തല സമീപത്തുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് തലയുടെ പിൻഭാഗത്ത് അടിച്ച് ഇയാൾ മരണം ഉറപ്പാക്കിയ ശേഷം വീടിന്റെ പിൻഭാഗത്ത് കുഴിയെടുത്തു. താഴ്ച അധികമില്ലാത്ത നീളമുള്ള കുഴിയാണ് എടുത്തത്. 2 അടി താഴ്ച പോലും കുഴിക്ക് ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ശേഷം അൽപ്പനയെ വലിച്ചു കുഴിയിലേക്കിട്ട് മണ്ണിട്ട് മൂടി. സംഭവത്തിനിടെ അൽപ്പനയുടെ കാലിൽ നിന്ന് ഊരിപ്പോയ ഒരു ചെരുപ്പ് സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷമാണ് ഇയാൾ താമസ സ്ഥലത്തേക്ക് മുടങ്ങിയത്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.